നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് അലോകിനോട് അനുശ്രീ പറഞ്ഞു, എനിക്ക് പേടിയുണ്ട് അലോകെ, വീട്ടിലേക്ക് ചെല്ലാനായിട്ട്. മീനാക്ഷി ചേച്ചി ചിലപ്പോ എന്നെ കണ്ടു കാണുമെന്ന് പറഞ്ഞു. സുകന്യ പറഞ്ഞു, അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല, ഒരു സംശയം മാത്രമേ ഉള്ളൂ മീനാക്ഷിക്ക്, നീയാണോന്ന്. അപ്പൊ അത് അറിയാൻ വേണ്ടിയിട്ടാ പിന്നാലെ വന്നേ. പക്ഷെ ഞാൻ പെട്ടെന്ന് തന്നെ അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടില്ലെന്ന് ചോദിച്ചു. എന്നാലും ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കിയേ, മീനാക്ഷി ചേച്ചിയുടെ മനസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ചോദിക്കില്ലേ? ഞാൻ എന്തെന്നാ പറയണേ, എന്താ ഏതാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആകെപ്പാടെ ടെൻഷൻ ആവുമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുകന്യ പറഞ്ഞു, അതിന് നീ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ നീനയുടെ. അല്ല, നീനയുടെ ഫോൺ നമ്പർ ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? അപ്പോഴേക്കും അലോക് പറഞ്ഞു, ഫോൺ നമ്പർ കൊടുക്കണം. അതിന് എൻ്റെ ഈ ഫോൺ നമ്പർ ഒന്നും ഇല്ലല്ലോ. നീന എന്ന് പറയുന്നൊരു വ്യക്തിയെ പോലും എനിക്കറിയില്ലല്ലോ. അതിനാണോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു ഫോൺ നമ്പർ തരാമെന്ന് പറഞ്ഞു. പിന്നീട് അനുസരിക്ക് ഒരു ഫോൺ നമ്പർ കൊടുക്കുകയാണ്. ഇതാരുടെയാ? ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാ. ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം. ഇനിയിപ്പോൾ ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ നീനയായിട്ടൊന്ന് ആക്ട് ചെയ്യാനും പറഞ്ഞേക്കാം. എങ്ങനെയുണ്ട്? നിനക്കൊരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോൾ അനുസരി പറഞ്ഞു, എന്നാലും പിടിക്കപ്പെടുവോ? എങ്ങനെ പിടിക്കപ്പെടാനാ? ഇത്രയൊക്കെ ചെയ്തു തന്നില്ലേ? ആ സമയത്ത് അലോക് പറഞ്ഞു, നീ പേടിക്കണ്ട, നീ ധൈര്യമായിട്ടിരിക്കുക. സുകന്യ പറഞ്ഞു, ഇങ്ങനെ പേടിച്ചിട്ടുണ്ടെ കാര്യങ്ങൾ നടക്കുവോ? അല്ല, ഞാൻ വീട്ടുകാരെ ചതിക്കുവാണല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട്. കാര്യമൊക്കെ കാര്യം തന്നെ. അവരൊക്കെ എന്ത് വിചാരിക്കും ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ? അച്ഛനും അമ്മയ്ക്കൊന്നും സഹിക്കാൻ പറ്റില്ല. അപ്പോഴേക്ക് സുകന്യ പറഞ്ഞു, അപ്പൊ നിനക്ക് അലോകിനെ വേണ്ടെന്നാണോ പറയണേ? നീയല്ലേ പറഞ്ഞേ അലോക് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന്? അത് ശരിയാ, അലോക് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഇപ്പൊ പിന്നെ ഇത് രണ്ടും കൂടെ പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ അലോക്, അല്ലെങ്കിൽ വീട്ടുകാര്. പിന്നെ വീട്ടുകാരെ നമുക്ക് അധികം വൈകാതെ തന്നെ ഒന്നിപ്പിക്കാന്നേ. കാരണം രണ്ട് വീട്ടുകാരും നമ്മളുടെ ശത്രുത അത് മാറ്റിയെടുക്കാന്നൊക്കെ പറഞ്ഞു. എന്നാലും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു അനുസരിക്ക്. അലോക് പറഞ്ഞു, എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല. നിന്നെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നും. അനുസരി പറഞ്ഞു, എനിക്കും അങ്ങനെയൊക്കെ തന്നെ അലോകെ. പക്ഷേങ്കില് വീട്ടുകാരെ കുറിച്ച് ഓർക്കുമ്പോ, അതെ, തൽക്കാലത്തേക്ക് വീട്ടുകാരെ കുറിച്ച് ചിന്തിക്കണ്ട, അവരെ വിട്ടുകളഞ്ഞേരെ. ഇനി വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നിന്നെ ചോദ്യം ചെയ്യുവാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നീ ചെയ്താൽ മതി. പിന്നെ പിടിക്കപ്പെടാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. ഈ സമയം സുകന്യ പറഞ്ഞു, ഞാനല്ലേ ഉള്ളത്. അപ്പോഴേക്ക് അലോക് ചോദിച്ചു, അല്ല ഇനിയിപ്പം നിങ്ങൾ എങ്ങോട്ടാ? നേരെ വീട്ടിലേക്കാണോന്ന് ചോദിച്ചു. ഇല്ല, ഒന്ന് ഷോപ്പിംഗ് മാളിൽ കയറണം, അതിനുശേഷമേ ഉള്ളൂ. പെട്ടെന്ന് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സംശയം തോന്നും. അലോക് പൊയ്ക്കോ, ഞങ്ങൾ പൊയ്ക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ അലോക് പറഞ്ഞു, എന്നാ ശരി, ഇടയ്ക്ക് കാണാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനുസരിച്ച് പറഞ്ഞു, വേണ്ട, എനിക്കിനി കാണാൻ പേടിയാന്ന് പറഞ്ഞു. സുകന്യ പറഞ്ഞു, എന്തിനാ പേടിക്കണേ? ഞാനല്ലേ ഉള്ളേ. ഞാൻ നിങ്ങളെ രണ്ടുപേരും തമ്മിൽ ഒന്നിപ്പിച്ചോളാം. നിങ്ങൾക്ക് കാണണം എന്ന് തോന്നുവാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. അതെങ്ങനെയെങ്കിലും ഞാൻ സെറ്റ് ചെയ്തോളാം. കാണാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അലോക് പറഞ്ഞു, താങ്ക്സ് ചേച്ചി, ശരിക്കും ചേച്ചി ഉള്ളതുകൊണ്ടാ, അല്ല ഞാൻ എന്ത് ചെയ്താലും ഇവളെ ഒന്ന് കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അലോക് അങ്ങോട്ട് പോയി. ആ സമയം കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന അനുസരിയോട് സുകന്യ പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട. ശരിക്കും ഈ അലോകിന്റെ സ്നേഹം കണ്ടിട്ടാ ഞാൻ നിങ്ങളെ രണ്ടുപേരെ ഒന്നിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചേ. നീ എന്നോട് ഫ്രണ്ടാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അലോക്. പക്ഷെ എനിക്ക് മനസ്സിലായി അവന് നിന്നോട് ഇഷ്ടമുണ്ട്, തിരിച്ച് നിനക്കും അവനോട് ഇഷ്ടമുണ്ടെന്ന്. അവന്റെ സ്നേഹത്തിന്റെ ആഴം എത്ര വലുതാന്ന് ഞാൻ തിരിച്ചറിഞ്ഞോണ്ടാ ഞാനും നിന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണേന്ന് പറഞ്ഞു. എന്നാലും ചേച്ചി, എനിക്ക് പേടിയുണ്ട് വീട്ടുകാരെ കുറിച്ച് ഓർക്കുമ്പോ. എന്തിന് പേടിക്കണം? എന്തിനാ? ഇതൊരു നല്ല ചാൻസ് ആയിട്ടാ എനിക്ക് തോന്നേ. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞേ? അല്ല, ഇപ്പൊ ദേവമംഗലം കൃഷ്ണമംഗലം തമ്മിൽ വഴക്കല്ലേ? ഒരു പക്ഷേ അലോക് നീയും കൂടെ ഒന്നിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വഴക്കും പിണക്കങ്ങളൊക്കെ മാറുമെന്ന് പറഞ്ഞു. മാറുന്നോ ചേച്ചി? എന്താ പറയണേ? അതേന്നെ, അധിക നാളൊന്നും ഈ പറയുന്ന ബാലേട്ടനും ഗോമതി ചേച്ചിക്കൊന്നും നിന്നെ കാണാതെ മിണ്ടാതിരിക്കാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അവര് കൃഷ്ണമംഗലംകാരുമായിട്ട് അടുക്കും. ആദ്യം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നിന്നെ അലോകിനും വീട്ടിലേക്ക് വിളിക്കും. അതോടുകൂടി പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവുമെന്ന് പറഞ്ഞു. സത്യമാണോ സുകന്യേച്ചി പറയണേ? പിന്നെ അല്ലാതെ, എന്നെ വിശ്വാസമില്ലേ നിനക്ക്? ഈ കുടുംബത്തിന്റെ പ്രശ്നങ്ങളെല്ലാം മാറ്റണ്ടേ? ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്നതോടുകൂടി പ്രശ്നങ്ങൾ മാറും. അല്ലെങ്കിലോ അലോകിനെ നീ വേണ്ടാന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ദേവമംഗലം കൃഷ്ണമംഗലം എന്നും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അവിടെ തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും മാറാനും പോകുന്നില്ല. ഒരിക്കലും അത് മാറത്തുമില്ല എന്ന് പറഞ്ഞു. നമ്മൾ കുറച്ച് റിസ്ക് ഒക്കെ എടുക്കണം ജീവിതത്തിൽ. അങ്ങനെയാണെങ്കിൽ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ. പേടിയാന്നും പറഞ്ഞ് മാറി നിന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് സുകന്യ ഒന്ന് ബോൾഡ് ആക്കുവാണ് അനുശ്രീയെ. അത് കേട്ടപ്പോൾ അനുശ്രീയെ പറഞ്ഞു, ചിലപ്പോൾ ശരിയായിരിക്കുമല്ലേ? എനിക്ക് പേടി കൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു പോയതാ. കാരണം അച്ഛനെ അമ്മയെക്കുറിച്ചൊക്കെ ആലോചിച്ച് കഴിയുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തിനാ നീ ടെൻഷൻ അടിക്കുന്നേ? ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല, ധൈര്യമായിട്ടിരിക്കുക. ഞാനല്ലേ പറയണേ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ അലോകിനെ കാണണമെന്നുണ്ടെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞാൽ മതി. അവനെ പോലെ നല്ലൊരു ചെറുപ്പക്കാരനെ കിട്ടാന്ന് പറഞ്ഞാൽ അത് നിന്റെ ഭാഗ്യമായിട്ടാ ഞാൻ കരുതുന്നേ. അവൻ നല്ലവനാ, അതെനിക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ടതാ. അപ്പോഴേക്കും മനസ്സിലായി പറഞ്ഞു, ശരിക്കും
ധർമ്മമാവിന്റെ ജീവിതത്തിലേക്ക് സുകന്യ ചേച്ചി വന്നിട്ട് എന്തുകൊണ്ടും നന്നായി. അതുകൊണ്ടല്ലേ എന്നെ മനസ്സിലാക്കുന്ന നല്ലൊരു ചേച്ചി എനിക്ക് കിട്ടിയത്. സുകന്യ ചേച്ചിയുടെ സ്ഥാനത്ത് വേറെ ആരെങ്ങാണെങ്കിലും എന്നെ സഹായിക്കത്തൊന്നുമില്ല. ഇപ്പോഴെനിക്ക് സമാധാനം സന്തോഷമായി എന്നൊക്കെ ഇങ്ങനെ സുകന്യ ചേച്ചിനെ പുകഴ്ത്തി പറയാണ് അനുശ്രീ. അത് കേട്ടപ്പോൾ സുകന്യ പറഞ്ഞു, അതെ എനിക്ക് നിന്നെ സഹായിക്കാതിരിക്കാൻ പറ്റില്ലോ, നീ എൻ്റെ അനുജത്തി അല്ലേ എന്നൊക്കെ പറഞ്ഞു. എടി നിന്നെ സഹായിക്കുന്ന ഞാൻ മറ്റൊരു ഉദ്ദേശം കൊണ്ടാ, അത് നിനക്ക് പിന്നീട് മനസ്സിലാവും എന്നൊക്കെ സുകന്യ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ അത് അനുശ്രീക്ക് മാത്രം മനസ്സിലായതുമില്ല. അവളുടെ വിചാരം അവളോടും ലോകിനോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാണ് സുകന്യ സപ്പോർട്ട് ചെയ്ത് നിൽക്കണേന്നാ. പക്ഷേങ്കിൽ സുകന്യയുടെ മനസ്സിലിരിപ്പ് എന്താന്ന് അവൾക്ക് അറിയത്തുമില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോ മീനാക്ഷി ശ്രീദേവിയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് വരുവാണ്. എന്താ ദേവി, അല്ല എന്താ മീനാക്ഷി, കാര്യം എന്താന്ന് ചോദിച്ചു. അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ദേവി ചേച്ചിയോട്. കാര്യം എന്താ വെച്ചാൽ പറ. അതെ അകത്ത് വെച്ച് പറയാൻ പറ്റാത്തോണ്ടാ ഞാൻ പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് വന്നേ. അല്ല ആരുടെ കാര്യമാ? അനുമോളുടെ കാര്യമോ? അനുമോളുടെ കാര്യമോ? എന്ത് കാര്യമാ? ആകപ്പാടെ ശ്രീദേവി ഞെട്ടിപ്പോയി. ചേച്ചി ചേച്ചി ഇങ്ങനെ ടെൻഷൻ അടിക്കില്ലേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതെ ഞാനേ അനുമോളെ പോലെ ഒരാളെ കണ്ടെന്ന് പറഞ്ഞു. അനുമോളെ പോലെ ഒരാളെ കണ്ടെന്നോ? ദേവിക്ക് ആ പട വെപ്രാളമായി. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, ചേച്ചി ഇങ്ങനെ വെപ്രാളപ്പെടാതെ, ഞാൻ കാര്യം മുഴുവൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാനിന്ന് ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് സുകന്യേച്ചി വഴി നിൽക്കുന്നുണ്ടു. സുകന്യേച്ചിയോ? എന്നിട്ടോ? സുകന്യേച്ചിക്ക് എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ആകെപ്പാടെ ഒരു പതർച്ചയും വെപ്രാളമാണ്. അപ്പോഴാണ് ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നുണ്ട്. ആ നമ്മുടെ അനുമോളെ പോലെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അനുമോളെ പോലെ തന്നെയോ? അതെങ്ങനെ ശരിയാവും? അതെന്താ ദേവി ചേച്ചി അങ്ങനെ ചോദിച്ചേ? അല്ല ഈ സുകന്യേച്ചിയും അനുമോളും കൂടെ ഇവിടുന്ന് ഒരുമിച്ചാ പോയത്. പിന്നെ അനുമോൾ എന്തിനാ ഓടിപ്പോണേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ മീനാക്ഷി പറഞ്ഞു, അതാ എനിക്കും അറിയത്തില്ലാത്തെ. അവർ രണ്ടുപേരും ഒരുമിച്ചല്ലേ ഷോപ്പിങ്ങിന് പോയത്? അതെ ഷോപ്പിങ്ങിന് ഒരുമിച്ചാ പോയത്. പിന്നെന്തിനാ അനുമോൾ ഓടിപ്പോന്നേ? അത് മീനാക്ഷിയെ കാണുമ്പോൾ ഓടിപ്പോണ്ട കാര്യമില്ലല്ലോ. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അതാ എന്നൊരു സംശയം ഉണ്ടാക്കിയത്. ഞാൻ പിന്നെ അത് അനുമോളാന്നും പറഞ്ഞ് നോക്കാണ്ട് പോയി കഴിഞ്ഞപ്പോൾ സുകന്യേച്ചി തടഞ്ഞു. അത് അനുമോളൊന്നും അല്ല, അനുമോൾ ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് പോയേക്കോ ഫ്രണ്ടിന്റെ. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, ടാക്സിക്ക് വേണ്ടി നിൽക്കുക, അങ്ങനെ എന്തൊക്കെയോ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു. ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ. ഞാൻ ആ സമയത്ത് ചേച്ചിയുടെ മുഖത്ത് ഭയങ്കര ടെൻഷൻ കണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ ഈ പറയുന്ന സുകന്യേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ കള്ളത്തരമായിരിക്കും എന്ന് പറഞ്ഞു. അല്ല അതെങ്ങനെ ദേവിക്കറിയാം? അതെ ഈ മനുഷ്യന്മാർ രണ്ട് രീതിയിലാണ് കള്ളത്തരം പറയുന്നത്. ഒന്ന് വെപ്രാളപ്പെട്ട് കള്ളത്തരം പറയും, പിന്നെ ഒന്ന് ആലോചിച്ചുറപ്പിച്ച് കള്ളത്തരം പറയും. ഈ വെപ്രാളപ്പെട്ട് കള്ളത്തരം പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ അവരോട് അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞ ആയിരിക്കില്ല അവർ പിന്നെ പറയണേ, തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ആലോചിച്ചുറപ്പിച്ച് പറയുവാണെങ്കിൽ അവർക്ക് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല ഓർമ്മ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം മീനാക്ഷി ഒന്ന് ആലോചിച്ചു. എനിക്ക് തോന്നുന്നു വെപ്രാളപ്പെട്ട് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു എന്നെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ. അങ്ങനെയാണെങ്കിൽ നീ പേടിക്കണ്ട മീനാക്ഷി, വന്നു കഴിയുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ വെപ്രാളപ്പെട്ടാണോ ആൻസർ പറയണേ? കാരണം മുമ്പേ പറഞ്ഞ പോലെ തന്നെയാണോ ഇല്ലെന്നൊക്കെ നമുക്കറിയാലോ. കള്ളത്തരങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാ. അവർ തമ്മിൽ എന്തോ ഒരു കള്ളത്തരം മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ശ്രീദേവി പറഞ്ഞു, അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ നമ്മളത് പൊളിച്ചെടുക്കും, ഉറപ്പല്ലേ? അപ്പോഴേക്കും മീനാക്ഷി ചോദിച്ചു, അല്ല ശ്രീദേവി ചേച്ചിക്ക് ഈ കള്ളത്തരത്തെ കുറിച്ചൊക്കെ എങ്ങനെ എത്ര കൃത്യമായിട്ട് പറയാൻ കഴിയുന്നേ എന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ ഞാനുണ്ടല്ലോ. എന്താ ചേച്ചി എന്താ കാര്യം? ഈ ദൃശ്യമുണ്ടല്ലോ, ദൃശ്യ സിനിമ, അത് 21 വട്ടം ഞാൻ കണ്ടതാ. അപ്പൊ അങ്ങനെയാണ് ഓരോരുത്തരുടെ മുഖത്ത് നോക്കി നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നേന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ, അപ്പൊ ചേച്ചി എക്സ്പെർട്ട് അല്ലേ? കുറച്ചൊക്കെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവര് വരാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും കൂടെ കാത്തിരിക്കുവാണ്. ഇതേ സമയത്ത് സ്ത്രീകളെ ഭയങ്കര ടെൻഷൻ അടിച്ച മുറ്റത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തതാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാനും അങ്ങോട്ട് വന്നു. ഉദയഭാനെ കണ്ടു കഴിഞ്ഞപ്പോൾ സ്ത്രീകളെ ചോദിച്ചു, നിങ്ങൾ ഇത്ര സമയത്ത് എവിടെ പോയതായിരുന്നു മനുഷ്യ? പിന്നെ സാധനം വാങ്ങിച്ചുകൊണ്ട് വരണ്ടേന്ന് ചോദിച്ചു. അല്ല എന്താടി കാര്യം എന്താ? ആ ചെല്ലയെ വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടാ? ഒരു പത്തി ഞാൻ പറഞ്ഞു വിട്ടു, നിങ്ങൾ ഇവിടെ ഇല്ല, ഒരാഴ്ച കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് അങ്ങേര് പോയെന്ന് പറഞ്ഞു. രക്ഷപ്പെട്ടു, അല്ലായിരുന്നു ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഓടേണ്ട വന്നേനെന്ന് പറഞ്ഞു. നീ പെട്ടെന്ന് അകത്തേക്ക് കയറുക, ഇവിടെ ഒന്നും സംസാരിക്കണ്ട, ഇനി ആരെങ്കിലും വന്നാലോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഉദയഭാനു ശ്രീകളുടെ കൈയും പിടിച്ച് അകത്തേക്ക് വന്നു. ഈ സമയത്ത് ശ്രീകൾ ചോദിച്ചു, അല്ല ചെല്ലയ്യയുടെ കാര്യം എങ്ങനെയാ? എടി പൈസ കൊടുക്കാൻ നമുക്ക്, നീ ധൈര്യമായിട്ടിരിക്കുക. ഒരു കാര്യം ചെയ്യാം, നാളെ ഞാനേ ദേവമോളെ കാണാൻ പോയാലോന്ന് ആലോചിക്കുന്നേ. ദേവമോളെ കാണാൻ നാളെ പോവാനെ? അതെ ഇതാ മനുഷ്യൻ നിങ്ങളുടെ തലേ ബുദ്ധിയില്ലാന്ന് പറയണേ. ബുദ്ധിയില്ല? നീ എന്താടി പറഞ്ഞേ? നിങ്ങൾ ജപ്പാനിലാന്നല്ലേ പറഞ്ഞേ? അപ്പൊ പിന്നെ നാളെ നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും അവർക്ക് സംശയം തോന്നത്തില്ലേ? എടി ശ്രീകലേ, ജപ്പാനിൽ നിന്ന് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് ഫ്ലൈറ്റ് ഉണ്ടല്ലോ, പിന്നെന്താ? ഇഷ്ടം പോലെ ഫ്ലൈറ്റ് ഉള്ളപ്പോൾ എനിക്ക് പെട്ടെന്ന് വന്നുകൂടെ? എന്നാലും നിങ്ങൾ നാളെ ചെന്നിട്ടുണ്ടെങ്കിലേ ബാലിന് തോന്നും നിങ്ങൾ പണം വാങ്ങാൻ ചെന്നാന്ന്. അതിന്റെ ആവശ്യമുണ്ടോന്ന് ചോദിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നടി നീ പറയണേ? അതെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി. എടി ചെല്ലയോ ഒരാഴ്ച കഴിഞ്ഞ് വരത്തില്ലേ? അത് ഒരാഴ്ച കഴിയുമ്പോഴല്ലേ നിങ്ങളൊന്ന് സമാധാനിക്ക്. അതിനുള്ളിൽ നിങ്ങൾ പോയി പണം മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു.
പിന്നീട് ചോദിച്ചു, അല്ല നിങ്ങളെ എണ്ണ മേടിച്ചോന്ന് ചോദിച്ചു. എടി എണ്ണയൊക്കെ മേടിച്ചിട്ടുണ്ട്, അതിന് നിങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും ഉണ്ടായിരുന്നല്ലോ ഇവിടുന്ന് പോകുമ്പോൾ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സാധനം മേടിച്ചോന്ന് ചോദിച്ചു. എടി ആ പലചരക്കുകാരനെ ഞാൻ വീണ്ടും പറ്റിച്ചെന്ന് പറഞ്ഞു. എന്നാ കാണിച്ചിട്ട്? എന്ത് കാണിച്ചിട്ടാന്നോ? ഞാൻ പറഞ്ഞു, ടൗണിന്റെ അടുത്ത് ഒരു 1.5 ഏക്കർ സ്ഥലം കാട് പിടിച്ച് കിടപ്പുണ്ട്, അതില് ഒരു 10 സെന്റ് കൂടെ പതിപ്പിച്ചു തരാന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ വിശ്വസിച്ചോ? പിന്നല്ലാതെ, അയാൾ ശരിക്കും ഒരു പൊട്ടന. അയാൾ വിശ്വസിച്ചു. അതിന് മനുഷ്യൻ നമുക്ക് ടൗണിന്റെ അടുത്ത് 1.5 ഏക്കർ സ്ഥലം ഇല്ലല്ലോ. എടി അവിടെ സ്റ്റേഡിയം കാട് പിടിച്ച് കിടപ്പില്ലേ, അതിന്റെ കാര്യം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ദൈവമേ, അയാൾ ഇത്രയ്ക്ക് മന്ദൂത്തിയായി പോയല്ലോ. വെറുതെ അല്ല അയാൾ ഇപ്പോഴും പലചരക്കാട് ഇട്ടോണ്ടിരിക്കണേ എന്ന് പറഞ്ഞു. ഈ സമയം ശ്രീകല പറഞ്ഞു, നിങ്ങൾ ഇന്നും കൂടെ എണ്ണ മേടിച്ചോണ്ട് വന്നില്ല, എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഞാൻ ഇരിക്കുമായിരുന്നു. എണ്ണ ഇല്ലാത്തോണ്ട് വാഴയലിക്കാത്ത ഞാൻ മീൻ പൊള്ളിച്ചെന്നൊക്കെ പറഞ്ഞു. എന്തേലും ആട്ടെ, അതൊക്കെ പോട്ടെ. എടി ഇനിയിപ്പോൾ ആ ചെല്ലൈ വരുമ്പോൾ നമുക്ക് പൈസ കൊടുക്കണ്ട, എത്ര രൂപ കൊടുക്കേണ്ട വരും? ഒരു കാര്യം ചെയ്യാം, ഒരു 1-2 ലക്ഷം രൂപയെങ്കിലും കൊടുത്ത് അയാൾ ഒതുക്കി നിർത്താം. പക്ഷെ ഒരു കാര്യമുണ്ട് ഉദയേട്ടാ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? പൈസ വീണ്ടും വേണ്ടേന്ന് ചോദിച്ചു. അതിനല്ലേടി നമ്മുടെ കാമധേനുവളെ, അതാരാ? ആ സുകന്യ. എൻ്റെ മനുഷ്യ, അവളെ ഇനിയും നമ്മൾ സമീപിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് സംശയം തോന്നില്ലേ? ഇനിയും പണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എടി സംശയം തോന്നാത്ത രീതി വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഒരു കാരണവശാലും അവൾക്ക് സംശയം തോന്നില്ല. അവളുടെ കയ്യിൽ നമ്മൾ പണം ഇങ്ങനെ ഊറ്റിക്കൊണ്ടേ ഇരിക്കണം. നമ്മളൊരു കളി കളിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഉദയഭാനും. ഇതേ സമയം ബാലൻ വീട്ടിലേക്ക് വരുവാണ്. ബാലന്റെ കയ്യിലൊരു കവറൊക്കെ ഉണ്ട്. നേരെ ശ്രീദേവിയുടെ മുറിയിലേക്ക് വന്നു. അപ്പോഴേക്ക് ശ്രീദേവി ചിതെന്താ ബാലിച്ച കയ്യിലൊരു കവറൊക്കെ ഉണ്ടല്ലോ, എനിക്കുള്ള സീഡ്സ് ആണെന്ന് ചോദിച്ചു. സീഡ്സ് ഒന്നും അല്ലാന്ന് പറഞ്ഞു. എങ്കിൽ ആയുർവേദം മരുന്നായിരിക്കും എന്ന് പറഞ്ഞു. അതുമല്ല. മോള് തുറന്നു നോക്കാനും പറഞ്ഞുകൊണ്ട് അതും കൂടെ കൊടുക്കുവാണ്. അങ്ങനെ ആ ബോക്സ് തുറന്നു നോക്കുകയാണ്. തുറന്നു പോയി കഴിഞ്ഞപ്പത്തിന് ആഭരണം. ഇതെന്താ ബാലിച്ച ഇത്? അതെ, 10 ലക്ഷം രൂപയുടെ ആഭരണമുണ്ട്. ഇത് മോൾക്ക് വേണ്ടി കൊണ്ടുവന്നാന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടിട്ടോ? എനിക്കെന്തിനാ എത്ര ലക്ഷം രൂപയുടെ ആഭരണം? അല്ല ബാലിച്ചിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അതെ, മോൾക്ക് അർഹതപ്പെട്ടാന്ന് പറയണം. ഒന്നും ശ്രീദേവിക്ക് മനസ്സിലായില്ല എന്താ ഏതാന്നൊക്കെ. ശ്രീദേവി ഒരു അന്താളിപ്പോട് കൂടി ബാലിനെ നോക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.